അപ്പോൾ മല്ലു ട്രാവലറിൽ ഇതെന്നാണ് പിന്നെ ഇവന്റിന്റെ പുതിയൊരു വിശേഷമാണ്. സംഭവം ഞങ്ങൾ ഇതിനകത്തേക്ക് കയറിയപ്പോൾ കുറേ ജീപ്പ്, ശരിക്കും നമ്മൾ റോഡിൽ കൂടെ പോകുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ വലിയ ടയറും ഓപ്പണൊക്കെ ആയിട്ടുള്ള വലിയ വലിയ ടയറുകളും എന്തോ ഭയങ്കര പ്രത്യേകതയുള്ള കുറേ ജീപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് കൗതുകം തോന്നിയിട്ട് ഇതിന്റെ ഓണറിന്റെ അടുത്ത് എന്താണ് നമ്മുടെ സാധാരണ ജീപ്പിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കാം. ഈ ചേട്ടന്മാരാണ്. നമ്മളിപ്പോൾ ക്ലബിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ജീപ്പുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ എക്സ്പോയിൽ വന്നിട്ടുള്ള 32 വണ്ടികളാണ്. കണ്ണൂർ അറൗണ്ടുള്ള ക്ലബ്ബാണ്, എല്ലാവരും കണ്ണൂരിലുള്ള തന്നെയാണ്. പിന്നെ ക്ലബിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 വണ്ടികളുണ്ട്. അപ്പോൾ ഇതിൽ വന്നത് വെച്ചാൽ ഈ കാണുന്ന വണ്ടികൾ ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 32 വണ്ടി ഇപ്പോൾ ഇന്നത്തെ ഷോനുണ്ട്. ഇന്നത്തെ ഷോന് 32 ജീപ്പ് അല്ലാതെ ബാക്കിയുള്ള വണ്ടികളായിട്ട്. പിന്നെ നമ്മളെ ക്ലബിനെ സപ്പോർട്ട് ചെയ്തിട്ട് മലപ്പുറത്തുനിന്നും കോട്ടയത്തു നിന്നായിട്ട് വന്ന വണ്ടികളുണ്ട്. എക്സ്പെൻസ് കാര്യങ്ങൾ വണ്ടിയുടെ ഓണർ ഇതാ, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. വരുന്നത് ഇതിൻ്റെ ടയർ, പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഗ്രില്ല്, പിന്നെ ഈ ബമ്പർ, ഫ്രണ്ട് ബമ്പർ, പിന്നെ ഒരു 1.5 ഇഞ്ച് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ ഈ മുകളിൽ കിടക്കുന്ന ഈ ബാർ ലൈറ്റ്, പിന്നെ ഈ 2 ഫോം, ഓക്കെ ഇതൊക്കെയാണ്. പിന്നെ ഈ ഹെഡ് ലാമ്പ്. സംതിങ് ആയിട്ടുണ്ട്. പിന്നെ ഈ ബാർ ലൈറ്റിന് മാത്രം ഒരു 10,000 ആയിട്ടുണ്ട്. പിന്നെ ഇത് 3 ഫ്രണ്ട് കൊണ്ടുവന്നതാണ്, ദുബായിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഈ ക്രാഷ് കാർഡും ഈ ആംഗ്രി ബോർഡും കൂടി, ഇത് ആംഗ്രി ബോർഡ് ഇല്ലെന്നാ പറയാം, ഇതിനും കൂടി ഒരു 15 സംതിങ് ആയിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ ക്ലബ്ബിൽ ഏറ്റവും കൂടുതൽ ആഡ് വെച്ചാൽ ഇത് ഈ ഷോ മാത്രമല്ല, ചാരിറ്റി, പിന്നെ എന്താ പറയുക ക്ലീനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. കാരണം ഒരാൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുന്നത് ചാരിറ്റി ആയാലും എന്ത് പ്രോഗ്രാം ആയിക്കാനും അതിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. എങ്ങനെയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ള എല്ലാം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. നമ്മൾ ഓൾറെഡി എന്താ പറയുക ആഡ് ചെയ്യുന്നതിന് മുമ്പായിരിക്കും മെസ്സേജ് അയക്കും. അത് അതിൽ ഉണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലബ്ബിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇതിലൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ ക്ലബ്ബിലും ആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാത്തിലും എന്താ പറയുക ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വരാം. അപ്പോൾ എന്താ പറയുക, അതിനിപ്പോൾ എന്താ പറയുക, നമുക്ക് വണ്ടി കസ്റ്റമായിരിക്കണം എന്നൊന്നുമില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വരാം. എന്താ പറയുക, എല്ലാം ഇതാണ്. അപ്പോൾ ഇവര് ചെയ്യുന്നത് വണ്ടി മോഡിഫൈ ചെയ്ത് ഷോ റൈഡിങ് മാത്രമല്ല, അവർ ചാരിറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കണ്ണൂർ മോട്ടോർ ക്ലബ്ബിൽ ചേരാവുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ജീപ്പിന്റെ ഈ വണ്ടികളുടെയൊക്കെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വിശേഷം കാണാം.